വാഗമണിലെത്തുന്ന സഞ്ചാരികളുടെ മുഖ്യ ആകർഷണമായ ഗ്ലാസ് ബ്രിഡ്ജ് അടച്ചിട്ടിട്ട് ഒരു മാസം കഴിഞ്ഞു. മെയ് 30-ന് മോശം കാലാവസ്ഥയെ തുടർന്ന് സംസ്ഥാന ടൂറിസം വകുപ്പാണ് ഗ്ലാസ് ബ്രിഡ്ജ് അടച്ചിടാൻ ഉത്തരവിട്ടത്. കാലാവസ്ഥ അനുകൂലമായിട്ടും ഇതുവരെയും ഗ്ലാസ് ബ്രിഡ്ജ് തുറക്കുന്നില്ലെന്നാണ് വിനോദസഞ്ചാരികളുടെ പരാതി. വാഗമൺ അഡ്വഞ്ചർ പാർക്കിന്റെ ഭാഗമായ ഗ്ലാസ് ബ്രിഡ്ജിന് വലിയ സ്വീകാര്യതയാണ് ലഭിച്ചത്. ലക്ഷങ്ങളുടെ വരുമാനവും DTPCക്ക് നേടാനായി. എന്നാൽ ഒരു മാസത്തിലധികമായി ഗ്ലാസ് പാലം അടച്ചിട്ടിരിക്കുകയാണ്. ഇതോടെ അഡ്വഞ്ചർ പാർക്കിലേക്ക് എത്തുന്ന വിനോദസഞ്ചാരികൾ നിരാശരായി മടങ്ങുകയാണ്. ഏലപ്പാറ, വാഗമണ്ണ് തുടങ്ങിയ സ്ഥലങ്ങളിലെ കച്ചവടങ്ങൾ തന്നെ ഇപ്പോൾ ടൂറിസ്റ്റുകളെ ആശ്രയിച്ചാണ് ഞങ്ങൾ ജീവിക്കുന്നത് തന്നെ. അപ്പോൾ അതിനിടയിൽ കഴിഞ്ഞിടയിലെങ്ങാണ്ട് ഓറഞ്ച് അലേർട്ട് വന്നു, നമ്മുടെ ഗ്ലാസ് ബ്രിഡ്ജ് ഉൾപ്പെടെ അടച്ചായിരുന്നു. ഇപ്പോഴും നമ്മുടെ ഗ്ലാസ് ബ്രിഡ്ജ് ഗൂഗിൾ മാപ്പിൽ തപ്പിയാൽ ഗ്ലാസ് ബ്രിഡ്ജ് ക്ലോസ്ഡ് എന്നാണ് കാണിക്കുന്നത്. ഈ യാത്രക്കാർ വരുന്നത് തന്നെ, ഈ സഞ്ചാരികൾ വരുന്നത് തന്നെ ഈ ഗ്ലാസ് ബ്രിഡ്ജ് കാണാനായിട്ടാണ് ഇവിടെ വരുന്നത്. ഈ ഗ്ലാസ് ബ്രിഡ്ജ് ക്ലോസ്ഡ് എന്ന് പറയുമ്പോൾ വാഗമൺ ട്രിപ്പേ ക്ലോസ് ചെയ്യുകയാണ്. ശരിക്കും പറഞ്ഞാൽ മലയാളികളായിട്ടുള്ള ആൾക്കാർ ആരും ഇവിടെ വരുന്നില്ല. മെയ് 30-ന് മോശം കാലാവസ്ഥയെ തുടർന്നാണ് സംസ്ഥാന ടൂറിസം വകുപ്പ് ഗ്ലാസ് ബ്രിഡ്ജ് അടക്കമുള്ളവ അടയ്ക്കാൻ ഉത്തരവിട്ടത്. കാലാവസ്ഥയിൽ മാറ്റം വന്നതിന് ശേഷം ഗ്ലാസ് ബ്രിഡ്ജ് ഒഴികെയുള്ള മറ്റ് കേന്ദ്രങ്ങൾ പ്രവർത്തിപ്പിക്കാൻ അനുമതി നൽകി. വാഗമൺ അഡ്വഞ്ചർ പാർക്കിൽ ഗ്ലാസ് ബ്രിഡ്ജ് വന്നതിന് ശേഷം മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് സഞ്ചാരികളുടെ വരവിൽ വൻ വർധനയായിരുന്നു ഉണ്ടായത്. സംസ്ഥാനത്തിനകത്തും പുറത്തുമുള്ള പല വിനോദസഞ്ചാരികളും ഗ്ലാസ് ബ്രിഡ്ജ് അടച്ചതറിയാതെ വാഗമണിലെത്തുന്നതും ജീവനക്കാരുമായി വാക്ക് തർക്കത്തിൽ ഏർപ്പെടുന്നതും പതിവ് കാഴ്ചയാണ്. പ്രദേശത്തെ വ്യാപാര മേഖലയെയും ഇത് പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ട്. ന്യൂസ് മലയാളം, ഇടുക്കി.